സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന സമയത്ത് ഞങ്ങളതൊരു കേഡർ പാർട്ടിയല്ല. കുറച്ച് കേഡർ പാർട്ടികളെ കേട്ടത്, ബാക്കിയൊക്കെ വിശാലമായ ജനാധിപത്യ ബോധമുണ്ട് എന്ന് അവകാശപ്പെടുന്ന പാർട്ടികളാണ്. അപ്പോൾ ആഗ്രഹപ്രകടനങ്ങൾ വരും, അഭിപ്രായങ്ങളുണ്ടാകും, നിർദ്ദേശങ്ങളുണ്ടാകും, യോജിപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ പാർട്ടി തീരുമാനിക്കും. എന്നോട് പോസ്റ്റ് ഒട്ടിക്കാൻ പോകാൻ പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കാൻ പോകും, വോട്ട് ചോദിക്കാൻ പോകാൻ പറഞ്ഞാൽ വോട്ട് ചോദിക്കാൻ പോകും, മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. ഇത്തവണ LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജയസാധ്യതയാണ് മുഖ്യം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിനനുസൃതമായി തന്നെയായിരിക്കും ഞങ്ങളുടെ പാർട്ടിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഞങ്ങളുടെ പാർട്ടിയിൽ ടേം ബേസ് ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ പല ടേം ബേസുള്ള പാർട്ടികളും ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ ഇളവ് വരുത്താൻ വേണ്ടി തീരുമാനിക്കുക. ഒരു സവിശേഷ സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരെ നിർത്തുന്നതാണ് നല്ലതെന്ന് മാത്രമാണ് ആലോചന. പ്രമേയം അവതരിപ്പിച്ചത് തെറ്റോ ശരിയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്നൊരു സമ്പ്രദായം ഞാൻ ഇത് ആരംഭിച്ച കാലം തൊട്ട് എനിക്കില്ല. അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാനൊക്കെ എനിക്കറിയുന്ന, ഞാൻ അങ്ങനെയാണ് ധരിക്കുന്നത്. അതവിടെ പറയും. ഞങ്ങളുടെ പാർട്ടി ചെറുതാണെങ്കിലും നേതൃത്വം രാഷ്ട്രീയ വിവേകമുള്ള നേതൃത്വമാണ്. ആ നേതൃത്വം അങ്ങനെ തീരുമാനം എടുക്കും.